കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മോയെ കാണിച്ചുകൊണ്ടാണ്. അന്ന് മോയെ കല്യാണം കഴിച്ച് വരന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ അവളെ കണ്ടിട്ടും അവളുടെ മുഖഭാവം കണ്ടിട്ടും ഒരിക്കലും വളരെ സന്തോഷത്തിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതായി തോന്നുന്നില്ലല്ലേ? സത്യം അത് തന്നെയാണ്. അവൾ സംസാരശേഷിയില്ലാത്ത സാധാരണ ഒരു പെൺകുട്ടിയാണ്. വളരെ പാവപ്പെട്ട വീട്ടിലെ അവളെ വളരെ സമ്പന്നനായ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ ഭാര്യയായി അയാളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയാം. അയാളുടെ കുടുംബാംഗങ്ങൾക്ക് ആളുടെ കാര്യങ്ങൾ നോക്കാനായി എത്ര ദ്രോഹിച്ചാലും തിരിച്ച് പ്രതികരിക്കാത്ത ഒരു പാവത്തിനെ വേണമായിരുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ അവൾ ഒരു കുടുക്കിലാകപ്പെട്ട് ഇവിടെ വന്നിങ്ങനെ പെട്ടിരിക്കുന്നു. തന്നെ വെറുതെ വിടണമെന്ന് അവൾ സംസാരിക്കാൻ സാധിക്കില്ലെങ്കിലും കുറിപ്പ് എഴുതി അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടും അവരങ്ങനെ അവളെ വെറുതെ വിടാതെ വലിച്ചഴിച്ച് മുറിയിൽ കൊണ്ടാക്കുന്നു. ആ മുറിയിലാണ് അവൾ ഇവിടെ നോക്കാനായി വന്നിരിക്കുന്ന ആ പയ്യനുള്ളത്. ആളുടെ പേര് യു എന്നുമാണ്. അവൾ മുറിയിൽ എത്തുന്ന സമയത്ത് യു നല്ല ഉറക്കമായിരുന്നു. അവൾ വളരെ പേടിച്ച് ഇനി എങ്ങനെയാവും തന്റെ ജീവിതം ഇവിടെ മുന്നോട്ട് പോവുക എന്നൊരു പിടുത്തവും ഇല്ലാതെ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് എന്താണ് അവൾക്ക് നടന്നത് എന്ന കാര്യം നമ്മൾ കാണുന്നത്. സംസാരശേഷിയില്ലാത്ത മോയെ അവളുടെ അങ്കിളായിരുന്നു നോക്കി വളർത്തിയിരുന്നത്. പക്ഷേ അങ്കിളിന് വലിയ അസുഖം ബാധിച്ച ശേഷം അവളുടെ ലൈഫ് വലിയ കഷ്ടത്തിലേക്ക് മാറി. അവളുടെ കസിനും അവളുടെ ആന്റിയും ഒക്കെ കൂടി ചേർന്ന് മാക്സിമം അവളെ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. അങ്കിളുടെ ചികിത്സയ്ക്ക് വേണ്ടി അവൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശ് പോലും അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അങ്കിളിനെ ട്രീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്നതാണല്ലോ എന്ന ആ ഒരു സെന്റിമെന്റ്സ് പോലും വിചാരിക്കാതെ അവർ ദൂരത്തിനെടുക്കുന്നു. കൂടാതെ അവളെ കാശിന് വേണ്ടി ഡിസേബിൾഡ് ആയ ഒരാളെ നോക്കാനായി വലിയൊരു സമ്പന്ന കുടുംബം ഒരു ജോലിക്കാരിയെ അന്വേഷിക്കുന്ന പരസ്യം കണ്ട് അവളെ ആ കുടുംബത്തിലേക്ക് പൂർണ്ണമായും നല്ലൊരു തുകയ്ക്ക് അവളെ അവിടെ അങ്ങനെ അവർ വിറ്റു. ഈ കാര്യങ്ങൾ ഓർത്ത് അങ്ങനെ യുന്നിന്റെ റൂമില് മോ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കമുണരുന്ന യുൻ അവിടെ ഇരിക്കുന്ന അവളെ കണ്ട് അവൾ ആരാണ് എന്താണെന്ന് ചോദിക്കോ പറയോ ചെയ്യാതെ ഒരു ഭ്രാന്തനെ കണക്ക് പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു. അവൾ ആകെ പേടിച്ച് ബോധം പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ആരാണ് എന്താണെന്ന കാര്യങ്ങളെല്ലാം അവനോട് വ്യക്തമാക്കുന്നു. അവളുടെ ഈ ഒരു ട്രാജിക് സ്റ്റോറി കേൾക്കുന്ന യുൻ അവളെ തിരിച്ചു പോകാനായി അനുവദിക്കുകയാണ്. അങ്ങനെ അവൾ തിരിച്ച് അങ്കിളുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ അങ്കിള് ഓൾറെഡി ഹോസ്പിറ്റലിൽ ചികിത്സയിലായതുകൊണ്ട് വീട്ടിലാകെ ആന്റിയും അവളുടെ കസിനും മാത്രമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും ഈ കിട്ടിയ കാശ്, അതായത് അവളെ വിറ്റ് കിട്ടിയ കാശും കൊണ്ടവർ ട്രിപ്പ് പോയിരിക്കുന്നു എന്നതാണ് അവൾ അറിയുന്നത്. അങ്കിളുടെ ചികിത്സയ്ക്കായിട്ട് ആ കാശ് അവർ എടുക്കട്ടെ എന്ന് അവൾ ആദ്യം വിചാരിച്ചെങ്കിലും അതിന് പോലും അത് എടുക്കാതെ അവരത് അടിച്ചു പൊളിക്കാനായി കൊണ്ടുപോയി എന്നത് അവളെ നന്നായി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവളപ്പോ നിസ്സഹായാണ്. നേരെ തിരിച്ച് അവൾക്കൊരു ചാൻസ് കൊടുത്ത് പറഞ്ഞു വിട്ട യുന്നിന്റെ അടുത്തേക്ക് തന്നെ വന്നവൾ തന്നെ ഹെൽപ്പ് ചെയ്യണം, തന്റെ അങ്കിളിന്റെ ചികിത്സയ്ക്കായി കാശ് തരണമെന്ന് പറഞ്ഞ് അവനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അവൻ അതിന് തയ്യാറാവുന്നില്ലെങ്കിലും എന്തോ ഒന്ന് മനസ്സിൽ കണ്ടു തന്നെ അവൾക്ക് കാശ് കൊടുത്ത് സഹായിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കാശുമായി അങ്കിളുടെ ചികിത്സ നടത്തുന്ന അവൾ ആ കാശ് അവനൊരു കടമായി കൊടുത്തതായി കണ്ട് അതിന് പകരത്തിന് അവന്റെ വീട്ടിൽ മെയ്ഡായി ചെന്ന് ജോലി ചെയ്യാനായി തയ്യാറാവുന്നു. അതിന്റെ ആവശ്യമില്ല എന്നെല്ലാം യുൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുന്ന അവൾ ഡിസേബിൾഡ് ആയി കൂടുതൽ സമയം വീൽ ചെയറിൽ സമയം ചെലവഴിക്കുന്ന യുന്നിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അവന്റെ ഫുഡ് മസാജ് ഒക്കെ അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ നല്ലൊരു മെയ്ഡ് എന്ന രീതിയിൽ ചെയ്തു നൽകുന്നു. അവളുടെ കൈയൊക്കെ മുറിയുന്ന ടീം അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നതെങ്കിൽ അവനൊരു മെയ്ഡല്ലേ അവൾ എന്ന രീതിയിൽ വിട്ടുകളയാതെ അവൾ അവളുടെ കാര്യം ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കാര്യമായി മരുന്നൊക്കെ വെച്ചു കൊടുത്ത് അവളെയും തിരിച്ച് നല്ലവണ്ണം യുൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോകുമ്പോഴേക്കാണ് യുന്നിന്റെ സ്റ്റെപ്പ് ബ്രദർ യാൻ യുന്നിനെ പോലെ അത്ര നല്ല ഒരു ഉദ്ദേശശുദ്ധിയുള്ള ഒരാളുമല്ല. ഇവിടെ ഇപ്പൊ മെയ്ഡായി നിൽക്കുന്ന മോയോട് അടുത്തിടപെട്ട് അവളെ ഉപദ്രവിക്കാൻ പോലും ഒരു ശ്രമം അവന്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ മോയും തടുക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്ന യുൻ അത് കാണുകയും അവൻ അതിൽ ഇടപെട്ട് അങ്ങനെ യാനും യുന്നും തമ്മിൽ ഒരു വഴക്ക് അവിടെ നടക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ താനിങ്ങനെ വീൽ ചെയറിലായി പോകാൻ കാരണമായ ആ ഒരു അപകടത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കലായിരുന്നു യുന്നിന്റെ പ്രധാന പരിപാടി. അവന് ചുറ്റിനും അതല്ലാതെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ്. കൂടാതെ അവന്റെ അസുഖം പൂർണ്ണമായി മാറാനായിട്ടുള്ള ചികിത്സയും നടക്കുന്നു. അതിന്റെ ഇടയിൽ മോയുടെ ഫാമിലി, അതായത് അവളുടെ ആ ഒരു ദുഷ്ടത്തിയായ ആന്റിയും കസിനും ഇപ്പൊ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ കാശൊക്കെ അടിച്ചു പൊളിച്ചിപ്പോ തീർന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും കാശ് കൈക്കലാക്കാനായി മോ ഇപ്പോ മെയ്ഡായി നിൽക്കുന്ന നമ്മുടെ യുന്നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് തട്ടിയെടുക്കാനായി അവൻ അതിന് ചില ശ്രമങ്ങൾ നടത്തുന്നു. അവരുടെ മോയെ വലിയൊരു കുടുംബത്തിലേക്ക് മെയ്ഡായി കടത്തി വെച്ചിപ്പോ ഉപദ്രവിക്കുകയാണെന്ന രീതിയിൽ അവർ പ്രസ് മീറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊരു വലിയ വിഷയമാക്കി മാറ്റിയെടുത്ത് ഒതുക്കി തീർക്കാൻ എന്ന പേരിൽ കുറച്ച് കാശ് തട്ടിയെടുക്കാം എന്നതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഇത് കാണുന്ന മോ സത്യാവസ്ഥ പുറം ലോകത്തെത്തിക്കുന്നു. അവളെ ആരും തട്ടിക്കൊണ്ട് വന്നതല്ല, മറിച്ച് അവൾ ഇവിടെ മെയ്ഡായി ജോലി ചെയ്ത് അവളുടെ അങ്കിളുടെ കടം വീട്ടാനായി നോക്കുകയാണെന്ന്. അതായത് അങ്കിളുടെ ചികിത്സയ്ക്കായി അവൾ കുറച്ച് കാശ് ഇവിടെ നിന്ന് വാങ്ങിച്ചെടുത്തല്ലോ, അതിന്റെ കടം വീട്ടാനായിട്ടാണെന്ന്. അങ്ങനെ അതിലൂടെ
മോയുടെ ആന്റിയും കസിനും ഉണ്ടാക്കാൻ നോക്കിയ പ്രശ്നം ഒന്നുമല്ലാതെയായി മാറുന്നു. യുന്നോടുള്ള ദേഷ്യം കാരണം ഞാനും കൂടി ചേർന്നാണ് അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതെന്നത് മറ്റൊരു സത്യം. അങ്ങനെ ഈ ഒരു ഇഷ്യൂ താൻ ചോദിക്കാതെ തന്നെ മോ സോൾവ് ചെയ്തതുകൊണ്ട് യുൻ അവളോട് നിന്റെ കടവെല്ലാം നീ വീട്ടിയിരിക്കുന്നു, ഇനി ഞാൻ തന്ന കാശിന് പകരമായി നീ ഇവിടെ ജോലി ചെയ്യണമെന്നില്ല, നിനക്ക് പോകാമെന്ന് അവളെ അറിയിക്കുന്നുണ്ടെങ്കിലും താൻ പകച്ചു നിന്ന ഒരു സമയത്ത് തന്നെ സഹായിച്ച അവനെ അങ്ങനെ ചുമ്മാതെ ഇട്ടിട്ട് പോകാനായി അവൾ തയ്യാറല്ല. അവൻ താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെ അവന് ശത്രുക്കൾ ഉണ്ടെന്ന് ഇവിടെ വന്നു നിന്ന് ആ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവന്റെ അസുഖം ഭേദമാകുന്നത് വരെ അവന്റെ കാര്യങ്ങൾ നോക്കി അവൾ ഇവിടെ കാണുമെന്ന് അവനോട് പറയുന്നു. പക്ഷേ മോ അവിടെ നിൽക്കുന്നത് യുന്നിന്റെ അച്ഛനൊന്നും ഇഷ്ടമായിരുന്നില്ല. അവളുടെ ഫാമിലി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ അവളെ ഇനിയും കൂടെ ഒരു മെയ്ഡായിട്ടാണെങ്കിലും നിർത്തിയാൽ അത് വീണ്ടും അവർ പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഇവരുടെ ബിസിനസിന്റെ ഇമേജിനെ അത് ബാധിക്കുമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഒരു വലിയ ബിസിനസ് നടത്തുന്ന ആളുകളെ പറ്റി എന്ത് ചെറിയ ആരോപണം വന്നാൽ പോലും അത് അവരുടെ ബിസിനസിനെ വല്ലാണ്ട് ബാധിക്കും. ഷെയർസ് ഒക്കെ ഇടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയും കാശിന് വേണ്ടി ആ പെണ്ണിന്റെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവളെ മെയ്ഡായിട്ട് കൂടെ നിർത്തണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അങ്ങനെ അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാനായിട്ട് അവളെ പറഞ്ഞു വിടുകയില്ല, എന്ത് വന്നാലും ഫേസ് ചെയ്യും. ഇപ്പം തന്നെ അവരുന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് അവളായിട്ടല്ല എല്ലാവരോടും പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്തത്. അവൾക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് വീണ്ടും നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കായിരുന്നു. അവളത് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അവളെ അങ്ങനെ പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് യുൻ പറയുമ്പോൾ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടിരുന്നു. മാറി നിന്ന് കേട്ടിരുന്ന മോയ്ക്ക് അങ്ങനെ അവൾ ആ കാര്യം കൊണ്ട് തന്നെ യുന്നിനോട് പറയാതെ അവിടം വിട്ടിറങ്ങുന്നു. അവൾ പോയ ശേഷം അവളെ അന്വേഷിച്ച് അവൻ കുറേ അലഞ്ഞു നടന്നു. ഒടുക്കം അവളെ കണ്ടുപിടിക്കുന്ന സമയം അവൾ അവനൊരു പ്രശ്നമാകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുമ്പോൾ ഒരിക്കലും അവൾ അത്തരം ഒരു പ്രശ്നമല്ല അവന് എന്നത് വ്യക്തമാക്കുന്ന അവൻ അവളെയും കൂട്ടി അവളുടെ ആന്റിയെയും കസിനെയും ചെന്ന് കണ്ട് ഇനി പ്രശ്നം ഉണ്ടാക്കാൻ വന്ന വിവരം അറിയുമെന്ന് താക്കീത് അവർക്ക് നൽകുന്നു. ഒപ്പം അവൾക്ക് ഈ മെയ്ഡ് ജോലി അല്ലാതെ ഓഫീസിൽ നല്ലൊരു ജോലിയും അവൻ ഓഫർ ചെയ്യുന്നു. അത് അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് വേദനകൾ സഹിച്ച താൻ സന്തോഷം ഡിസേർവ് ചെയ്യുന്നു എന്നത് അവൾക്കറിയാം. അങ്ങനെ അവൾ ആ ഓഫീസിൽ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ അവിടെ അവൾക്ക് വീണ്ടും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അവളുടെ പല കൊളീഗ്സും അവൾ ബോസിനെ ചാക്കിലാക്കി ഇങ്ങനെ ഓഫീസിൽ കയറി പറ്റിയതാണെന്ന രീതിയിലാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും അവൾ പഠിച്ചിരുന്നു. പക്ഷേ പിന്നീട് ആ രീതിയിൽ ഒരു ജോലിക്ക് പോകാനുള്ള സാഹചര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല എന്നത് മനസ്സിലാക്കി തന്നെയാണ് യുൻ ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ യുന്നിന്റെ സ്റ്റെപ്പ് ബ്രദർ യാൻ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കി. അവൻ മോയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതൊക്കെ തന്നെ യുന്നിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആ പേരിൽ അവൻ മോയുമായി വഴക്കുണ്ടാക്കുകയും അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും യുന്നിനെ അവന്റെ വീട്ടിലുള്ള ശത്രുക്കൾ തന്നെ ആക്രമിക്കാനായി നോക്കുമ്പോൾ അവന്റെ ഭാഗ്യം കൊണ്ട് അന്ന് അവനെ കാണാനായി എത്തുന്ന മോയാണ് ശത്രുക്കൾ വിഷം ചേർത്ത് നൽകിയ ആ ഒരു ഡ്രിങ്ക്സ് കുടിച്ച് അവശനായിരിക്കുന്ന യുന്നിനെ കാണുന്നതും വേഗം അവനെ മറുമരുന്ന് കൊടുത്ത് ഓക്കെ ആക്കി എടുക്കുന്നതും. അന്ന് അവൾ അവന് വേണ്ടി അവന്റെ അടുത്ത് തന്നെ കാവലിരുന്നു. അടുത്ത ദിവസം അവൾ തന്നെ കെയർ ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന അവൻ അവർ പിണങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് പോലും ഇത്രയും കാര്യമായി അവൾ തന്നെ നോക്കിയപ്പോൾ ഓൾറെഡി ഇതിന്റെ ഇടയിൽ അവളോട് ഒരു താല്പര്യം തോന്നി തുടങ്ങിയതുകൊണ്ടാണ് കൂടുതലായി അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ അവൻ ചെയ്തതെങ്കിലും ഇപ്പോൾ ആ ഒരു മൊമെന്റ് അവൻ അവളോടുള്ള ഇഷ്ടം ഓപ്പണായി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ പ്രണയത്തിലായിരിക്കുകയാണ്. മോയും അവൾ ഈ ലോകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് യുന്നിന്റെ കൂടെ ഉള്ളപ്പോഴാണെന്ന് അവനെ പരിചയപ്പെട്ടത് മുതലുള്ള നാളുകളിൽ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ അവരിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും അത് മറ്റാരും അറിയാതെ രഹസ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അവരുടെ തീരുമാനം. അങ്ങനെ മോയുടെയും യുവിന്റെയും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണല്ലോ. മോ അതിന്റെ ഇടയിൽ പ്രഗ്നന്റ് ആവുന്നു. അവൾ ആ ഹാപ്പി ന്യൂസ് യുവിനെ അറിയിക്കാനായി ഇരിക്കുന്ന സമയത്താണ് മോയും യുന്നും ഇപ്പൊ ഒന്നിച്ചാണുള്ളത് എന്ന് മനസ്സിലാക്കുന്ന യുന്നിനെ കല്യാണം കഴിക്കാനായി താല്പര്യപ്പെട്ടിരുന്ന, അതും അവന് കിട്ടാൻ പോകുന്ന സ്വത്തിൽ കണ്ണുവെച്ച് മാത്രം അവനെ വിവാഹം ചെയ്യണമെന്ന പേരിൽ അവന്റെ കൂടെ എപ്പോഴും പിറകെ നടപ്പുണ്ടായിരുന്ന മായി എന്ന പെൺകുട്ടി മോയെ അറ്റാക്ക് ചെയ്യുന്നു. അവൾ മോയെ കൊണ്ട് വിഷം കലക്കിയ ഒരു ഡ്രിങ്ക്സ് തന്ത്രപരമായി കുടിപ്പിക്കുന്നുണ്ട്. അത് കുടിക്കുന്ന മോയ്ക്കാകെ വഴി അഴുകിയാവുന്നു. ഈ സമയം ബിസിനസ്സിലെ ചില പ്രശ്നങ്ങളിൽ യുൻ തിരക്കിലാകുമ്പോൾ ആ ഒരു തക്കത്തിനുമായി യുന്നുമായി അടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന മോ കുഞ്ഞു നഷ്ടപ്പെട്ട വാർത്ത അറിഞ്ഞ് ആകെ തകരുന്നുണ്ട്. അവൾ ആ സമയം യുന്നിനെ കണ്ടെല്ലാ കാര്യങ്ങളും പറയാനായി പോകുമ്പോഴേക്കും ബിസിനസ്സിൽ നടക്കുന്ന ഇപ്പോഴത്തെ ചില കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാനായി യുൻ ഒരു പ്രസ് മീറ്റ് നടത്തുന്നതും ആ ഒരു പ്രസ് മീറ്റിൽ യുന്നിന്റെ കൂടെ മായി പങ്കെടുക്കുന്നതും കണ്ട് ഇനി യുന്നും അറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ തനിക്ക് സംഭവിച്ചതെന്ന് വല്ലാതെ ദേഷ്യം വന്ന മോ പിന്നീട് യുന്നിന്റെ മുന്നിൽ പോയില്ല. അവൾ പിന്നീട് എവിടെ പോയെന്ന് ഒരറിവും അവളെ പിന്നീട് അന്വേഷിച്ച് നടന്ന യുന്നിനുണ്ടായിരുന്നില്ല. ഇവൻ അവൾ ഗർഭിണിയായിരുന്നു എന്ന് പോലും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. പെട്ടെന്നൊരു ദിവസം എങ്ങ് പോയി അവളെന്ന് അവൻ കുറെ അന്വേഷിച്ച് നടന്നു. മായയെ പോലും അവൻ അതിൽ സംശയിക്കുകയും ചെയ്തിരുന്നു. നീ കാരണമാണോ മോ ഇപ്പൊ എങ്ങോട്ടോ പോയതെന്നല്ല അവൻ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അതിൽ അറിയില്ല എന്ന് മായി ഇന്നസെന്റ് ആയി അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ദിവസങ്ങൾ കടന്നു പോകുകയും മോയെ തന്നെയായിരുന്നു യുൻ അപ്പോഴും അന്വേഷിച്ച് നടന്നിരുന്നത്. പക്ഷെ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ച് ചൈനയിലേക്ക് എത്തുന്ന സമയം അവൻ അവളെ കാണുന്നു. അന്ന്
ഇവിടം വിട്ടുപോയ ഒരു സാധാരണ പെൺകുട്ടി ആയിരുന്നില്ല അവൾ. ഒരു വലിയ ബിസിനസിന്റെ ഹെഡായി തിരിച്ചെത്തിയിരിക്കുന്ന അവളെ കാണാനായി വരവറിഞ്ഞ് യുൻ ചെല്ലുന്നുണ്ട്. യുൻ അപ്പോഴേക്കും അവന്റെ കാലിന്റെ പ്രശ്നങ്ങളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി നോർമൽ ആയിരുന്നു. എവിടെ പോയിരുന്നു, എന്തിനാണ് അവൾ തന്നോടൊരു വാക്ക് പറയാതെ ഇങ്ങനെ മാറി നിന്നത് എന്നതിനൊക്കെ ഒരു ഉത്തരം അന്വേഷിച്ചാണ് അവൻ അവിടെ ചെല്ലുന്നതെങ്കിലും അവൾ അവനെ പരിഗണിച്ചതേയില്ല. എന്നിരുന്നാലും രണ്ടുപേരും ഇപ്പോൾ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് നടന്ന ഒരു ബിസിനസ് പാർട്ടിയിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നു. ആ ഒരു ടീം യുന്നിനെ മോ പരിഗണിച്ചതേയില്ല. പക്ഷെ പാർട്ടിക്കിടയിൽ നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിക്കുന്ന അവളെ യുന്നാണ് ഹോട്ടൽ റൂമിൽ കൊണ്ടാക്കുന്നത്. അന്ന് അവളുടെ സേഫ്റ്റി മാനിച്ച് അവൻ അവിടെ കാവലിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ എവിടെയായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, എന്താണ് അവൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന കാര്യങ്ങളെ പറ്റി അവന്റെ PA ചെറുതായി ഒരു അന്വേഷണം നടത്തി അത് കൺവേ ചെയ്യുന്നു. ലോറന്റ് എന്ന വലിയൊരു ബിസിനസ്സുകാരന്റെ വലങ്കൈയായിട്ടാണ് മോ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. യുൻ ഇപ്പോൾ മോയുടെ പുറകെയാണെന്ന് ലോറന്റിന് മോയുടെയും യുന്നിന്റെയും കാര്യങ്ങൾ അറിയാം. അയാളാകട്ടെ മോയോട് ഒരു താല്പര്യമുള്ള കണക്ക് യുന്നിനെ കാണുമ്പോൾ മോയെ പറ്റി സംസാരിക്കുന്നുമുണ്ട്. മോയെ ആർക്കും വിട്ടുകൊടുക്കില്ല, അവൾ തന്റേതാണെന്ന് ഇപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന യുൻ അയാളോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും താൻ യുന്നിനെ സ്വന്തമാക്കും എന്ന ഉറച്ച തീരുമാനത്തിലുമാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ തന്റെ അച്ഛൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് തന്റെ അച്ഛൻ മരിച്ചതെന്ന കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനായി ഇപ്പൊ മോ തീരുമാനിക്കുന്നു. പണ്ട് അവൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ ലൈഫ് അച്ഛന്റെ മരണശേഷമാണ് വളരെയേറെ ദുരിതപൂർണമായി മാറിയതെങ്കിലും അന്ന് അവൾക്ക് അതിനുള്ള തന്റെ ഇടമോ ആൾബലമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവൾ അതിന് പ്രാപ്തിയാണ്. കൂടാതെ അവളെ എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ലോറന്റ് അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൾ ആ ഒരു രീതിയിലും അയാളെ കണ്ടിട്ടില്ലെന്നും അവളുടെ മനസ്സിൽ ഇപ്പോഴും യുൻ മാത്രമാണുള്ളതെന്നും അവൾ ഓപ്പണായി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതിന്റെ ഇടയിൽ മായിയുടെ കമ്പനിയുടെ ഷെയർസ് കടക്കിണിയിൽ നിന്ന് മായ്ക്കെല്ലാം നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിൽ മോ അത് വാങ്ങി ഒരു മധുര പ്രതികാരം ചെയ്യുന്നുണ്ട്. അത് മായുടെ ഈഗോയെ വളരെ ഹേർട്ട് ചെയ്ത ഒന്നായിരുന്നു. എന്തായാലും അതോടുകൂടി മായി അവളുടെ ലൈഫിൽ വലിയൊരു പാഠം പഠിച്ചു. അവൾ മോയുടെ അടുത്ത് മായാണ് മോയുടെയും യുന്നിന്റെയും ഇടയിൽ വർഷങ്ങൾക്ക് മുന്നേ പ്രശ്നമുണ്ടാക്കിയതെന്നും അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം യുന്നിന് അറിയില്ലായിരുന്നല്ലോ. അവൻ ഒരിക്കലും അവളെ വേണ്ടാന്ന് വെച്ചതല്ല, താനാണ് തന്ത്രപരമായി സാഹചര്യങ്ങൾ അവരെ തെറ്റിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നെത്തിച്ചതെന്നെല്ലാം മായി പറയുമ്പോൾ അത് യുന്നും അറിയുന്നുണ്ട്. മോയ്ക്കും അത് വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. അങ്ങനെ അവർ പ്രശ്നങ്ങൾ മറന്ന് ഒന്നാക്കാനായി ഇവിടെ തീരുമാനിക്കുന്നു. തന്റെ അച്ഛനെ കുടുക്കിയത് തന്റെ ആന്റിയുടെ ദൂർത്തും കാര്യങ്ങളാണ്. അച്ഛനെ ചതിച്ച് സ്വത്തെല്ലാം ആന്റി കൈക്കലാക്കി അത് ദൂർത്തടിച്ചതായിരുന്നു. അങ്ങനെ കടക്കിണിയിലാണ് തന്റെ അച്ഛൻ ആത്മഹത്യ തെരഞ്ഞെടുത്തതെന്ന കാര്യം മോ കണ്ടെത്തി ആന്റിക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കാനായി സാധിക്കുന്നു. അപ്പോഴേക്കും ആരോഗ്യത്തിൽ മടങ്ങിയെത്തിയിരുന്ന മോയുടെ അങ്കിൾ അവൾക്ക് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ പരിഹരിച്ച് യുന്നും മോയും ഒന്നിക്കും എന്നൊരവസ്ഥയാകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നന്നായി എന്ന രീതിയിൽ പെരുമാറിയ മായുടെ വിധം മാറുന്നു. അവൾ മോയെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. ഈ സമയം മോയെ രക്ഷിക്കാനായി ലോറന്റ് അതിൽ ഇടപെടുകയും അയാൾക്ക് കുത്തേറ്റ് മരിക്കേണ്ടി വരികയും ചെയ്യാണ്. അയാളപ്പോ മരിച്ചെങ്കിലും അയാളെ കൊന്നതിന്റെ പേരിൽ മായും പോലീസ് കസ്റ്റഡിയിലാവുന്നു. തുടർന്ന് എല്ലാ പ്രശ്നങ്ങളും കലങ്ങിത്തെളിഞ്ഞ് മോയും യുന്നും ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.